ജീൻസിന്റെ കളർ പെട്ടെന്ന് ഫെയ്ഡ് ആയിട്ട് പോകുന്നുണ്ടല്ലോ. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീൻസിന്റെ കളർ പെട്ടെന്ന് പോകത്തില്ല, ഒരുപാട് കാലം നീണ്ടു നിൽക്കും. ആദ്യത്തേന്ന് പറയുന്നത് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് ജീൻസ് കഴുകുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ജീൻസ് എപ്പോഴും ഇൻഡിവിജ്വലി സെപ്പറേറ്റ്ലി എടുത്ത് നമ്മുടെ കൈ കൊണ്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ സോപ്പ് ഒരിക്കലും പുറം ഭാഗത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. സോപ്പ് എപ്പോഴും അകഭാഗത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അത് മാത്രമല്ല, നിങ്ങൾ ജീൻസ് ഒരു 1/4 മണിക്കൂർ സോപ്പ് പൊടിക്കകത്ത് കുതിർത്ത് വെച്ചിട്ട് അത് എടുത്ത് തല്ലി നനച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ കളർ പോകാതിരിക്കുന്നത്? ജീൻസ് ഒരിക്കലും സോപ്പ് പൊടിക്കാതെ മുക്കി വെച്ച് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് മാത്രമല്ല, നിങ്ങളുടെ ജീൻസ് നിങ്ങൾ 3-4 വട്ടം ഇട്ടതിന് ശേഷം മാത്രം കഴുകാനായിട്ട് ശ്രമിക്കുക. അത് അഴുക്കുണ്ടെങ്കിൽ അഴുക്കില്ലാത്തത്തോളം കാലം നിങ്ങൾക്ക് വെയിലത്തിട്ട് അതിനെ ഉണക്കിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാലം ഉപയോഗിക്കാവുന്നതാണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ അതിന് സ്മെല്ല് വരത്തില്ല. സോ അഴുക്കുണ്ടെങ്കിൽ മാത്രം ജീൻസ് കഴുകാനായിട്ട് ശ്രമിക്കുക. അത് പറഞ്ഞാൽ ജീൻസ് ഉണക്കുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടിടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ജീൻസ് എടുക്കുമ്പോൾ അതിനൊരു വെള്ള പോലത്തെ മാർക്ക് വരും. സോ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ ജീൻസ് ഉണക്കുമ്പോൾ എപ്പോഴും അത് തിരിച്ചിട്ട ഉൾഭാഗം വെച്ച് ഉണക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഉണക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീൻസ് പെട്ടെന്ന് കളർ പോകും. മൂന്നാമത്തെ ബിറ്റ്, വില കൂടി 1000-2000 രൂപ ജീൻസ് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കളർ ഒരിക്കലും പോകാതിരിക്കത്തില്ല എന്നാണ് പലരുടെയും വിചാരം. പക്ഷെ നിങ്ങൾ എത്ര വിലയുടെ ജീൻസ് മേടിച്ചാലും അതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അതിന്റെ കളർ പെട്ടെന്ന് ഫെയ്ഡായിട്ട് പോകും. സോ നിങ്ങൾ 300 രൂപയുടെ ജീൻസ് മേടിച്ചാലും അതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പഠിക്കുക. അങ്ങനെ കെയർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോത്ത് ഒരുപാട് കാലം നീണ്ടിരിക്കും. ജീൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ക്ലോത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ ഒരുപാട് കാലം നീണ്ടിരിക്കും. എല്ലാ തുണിയുടെ കളർ പെട്ടെന്ന് പോകുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അഡിയോസ്.